എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒന്നിലും സന്തോഷമില്ല, പഴയ രസമില്ല എന്നൊക്കെ തോന്നുന്നത്? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തെങ്കിലും കുറവുകൾ നമുക്ക് ഉള്ളതുകൊണ്ടാണോ അങ്ങനെ നമുക്ക് തോന്നുന്നത്? ആണോ? അല്ല. തീർച്ചയായും നാം പഴയതിലും വളരെ മികച്ച അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്, അല്ലേ? അതെങ്ങനെ ശരിയാകുന്നേ? മികച്ച അവസ്ഥയോ? അങ്ങനെയാണോ ശരിക്കും നമ്മൾ? അതെ, നമ്മൾ അങ്ങനെ തന്നെയാണ്. യാഥാർത്ഥ്യം എന്തെന്നാൽ നാം ആശിച്ചതിനേക്കാൾ അല്ലെങ്കിൽ നമ്മൾ ആശിച്ചതിൽ ഭൂരിഭാഗവും നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ്? പണ്ട് ചോർന്നൊലിക്കുന്ന അല്ലെങ്കിൽ ഓടുമേഞ്ഞ ഓലമേഞ്ഞ ഒരു വീട്ടിൽ കിടന്ന് ഉറങ്ങിയിരുന്നവരായിരുന്നു നമ്മളിൽ പലരും. ബാല്യം മുതൽ അങ്ങനെയാണ് പലരും ജീവിച്ചിട്ടുണ്ടാവുക. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? അന്നത്തെ സ്വപ്നം എന്തായിരുന്നു? ചോർന്നൊലിക്കാത്ത, വാർത്ത, നല്ല ഉറപ്പുള്ള ഒരു വീട്. അതായിരുന്നു നമ്മുടെയൊക്കെ സ്വപ്നം. ഇന്ന് ഒരു 90% പേരും അങ്ങനത്തെ വീട്ടിലാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ പറയുമ്പോൾ ലക്ഷറി ആയൊരു വീടിനെ പറ്റിയല്ല പറയുന്നത്. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെയുള്ള ഒരു വീട്ടിലായിരിക്കും നമ്മളിൽ ഭൂരിഭാഗം പേരും താമസിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ സ്വപ്നം നമ്മൾ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. പണ്ട് പലരും നടന്നാണ് സ്കൂളിൽ പോയിരുന്നത്. പള്ളികളിലും മറ്റ് ആരാധനാലയങ്ങളിലൊക്കെ നമ്മൾ അങ്ങനെയാണ് നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്, അല്ലേ? ഇനി അഥവാ ദൂരം കൂടുതലുള്ള സ്ഥലങ്ങളാണ്, ബന്ധുവീടുകളിലൊക്കെ പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെങ്ങനെയാണ്? ബസ്സിലാണ് പോയിക്കൊണ്ടിരുന്നത്. അന്ന് നമ്മുടെ സ്വപ്നമായിരുന്നു സ്വന്തമായിട്ടൊരു വാഹനം ഉണ്ടായിരുന്നെങ്കിൽ എന്ന്, അല്ലേ? പക്ഷേ ഇപ്പോൾ നമ്മളുടെ വീടുകളിൽ ഒരു ബൈക്കോ ഒരു കാറോ ഇല്ലാത്തൊരു വീടുകളില്ല. എന്തായാലും ബൈക്കെങ്കിലും കുറഞ്ഞ പക്ഷം എല്ലാവരുടെ വീടുകളിലും ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സ്വപ്നവും നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്, ഇല്ലേ? നമ്മളിൽ പലർക്കും എന്നുമല്ല, ഒരുവിധപ്പെട്ട എല്ലാവരും വിദ്യാഭ്യാസം നേടിയവരാണ്. നമ്മളിൽ ആർക്കും എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരും ചിന്തിക്കാതെ നേടിയെടുത്തൊരു സ്വപ്നമാണ് വിദേശത്ത് പോയി താമസിക്കുക എന്നുള്ളതൊക്കെ. അന്ന് പലരുടെയും സ്വപ്നങ്ങളിൽ പോലും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് നമ്മളിൽ ഭൂരിഭാഗം പേരും വിദേശത്ത് താമസിക്കുന്നവരാണ്. നാട്ടിലുള്ളവർ വളരെ ചുരുക്കമാണ്. അപ്പോൾ അതും നമ്മുടെ ഒരു സ്വപ്നമായിരുന്നില്ലേ? അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാളും നമ്മൾ സ്വപ്നം കാണുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്, ഇല്ലേ? ഇനി ഇതിനേക്കാളും വളരെ രസകരമായൊരു കാര്യമുണ്ട്. ഇപ്പോൾ ആഘോഷങ്ങൾ എന്ന് പറയണത് ഭയങ്കര പൈസയൊക്കെ മുടക്കി നമ്മൾ വലിയ വലിയ ആഘോഷങ്ങൾ, ഒരു കല്യാണമാണെങ്കിലും ഒരു കുഞ്ഞിൻ്റെ മാമോദിസയാണെങ്കിലും അല്ലെങ്കിൽ പേരിടലാണെങ്കിലും ഇപ്പോൾ നമ്മുടെ ആരാധനാലയങ്ങളിൽ നടക്കുന്ന ആഘോഷങ്ങളാണെങ്കിലും എന്തുമാത്രം പൈസയൊക്കെ ചിലവാക്കി നമ്മളത് ആഘോഷിക്കുന്നത്. എത്ര വലിയ രീതിയിലാണ് നമ്മളതൊക്കെ ആഘോഷിക്കുന്നത്, അല്ലേ? പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴും നമ്മൾ ഉദ്ദേശിച്ച് ആ സന്തോഷം നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. അപ്പോൾ കാരണം വെച്ചാൽ പണ്ട് നമ്മൾ അങ്ങനത്തെ ചെറിയ ചെറിയ ആഘോഷങ്ങളിൽ നമുക്ക് വലിയ സന്തോഷങ്ങളുണ്ടായിരുന്നു. കാരണം അന്നത്തെ സ്വപ്നം വലിയ ആഘോഷങ്ങൾ നടത്താൻ പറ്റുമായിരുന്നെങ്കിൽ എന്നാണ്. പക്ഷെ ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ നടക്കുന്ന ചെറിയ ആഘോഷങ്ങൾ പോലും വളരെ വലിയ രീതിയിലാണ് നടക്കുന്നത്. ഒരു വീട്ടിൽ 3 കുട്ടികളുണ്ടെങ്കിൽ ആ 3 കുട്ടികളുടെയും ബർത്ത്ഡേ നമ്മൾ വളരെ ആഘോഷമായിട്ട് നടത്തും. അവിടെ നടക്കുന്ന ഉത്സവങ്ങളായാലും പെരുന്നാളുകളായാലും ഒക്കെ നമ്മൾ അതിഗംഭീരമായിട്ട് ആഘോഷിക്കും. ഇതിങ്ങനെ ഒരു സ്ഥിരം പതിവായപ്പോൾ ഇപ്പോഴാണ് നമുക്കതിലൊരു താല്പര്യമില്ലായ്മ വന്ന് തുടങ്ങിയത്, അല്ലേ? ഇപ്പോൾ നമുക്കത് കാണുമ്പോൾ പണ്ട് നമ്മൾക്ക് കുറേ ആഗ്രഹിച്ചിരുന്ന് കിട്ടിയിരുന്ന ഒരു കേക്ക്, അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ച് എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ എവിടെയെങ്കിലും പോകുന്നത്, അതൊക്കെ നമുക്ക് അന്ന് ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയിരുന്ന കാര്യങ്ങൾക്ക് വളരെ മധുരമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഒരുപാട് ഇത് കിട്ടി തുടങ്ങി കുറേ ഇപ്പോൾ കണ്ടിന്യൂസ് നമ്മുടെ വീടുകളിലും അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും ഇതൊക്കെ ആഘോഷങ്ങൾ എപ്പോഴും ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയപ്പോൾ നമുക്കതിൽ ഒരു രസം നമുക്ക് തോന്നുന്നില്ല, അല്ലേ? ഇനി നമുക്ക് ഭക്ഷണത്തിൻ്റെ കാര്യം തന്നെ എടുത്ത് നോക്കാം. ഇപ്പോൾ ഒരു നല്ല ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ പണ്ട് എന്തെങ്കിലും വിശേഷം വരണം, ആരുടെയെങ്കിലും കല്യാണം വരണം, എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ വരണം, അങ്ങനെ കിട്ടണമെങ്കിൽ. ഇപ്പം നമ്മൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടോ? ഇല്ല. ഇപ്പം ട്രെൻഡിങ് ആയ എല്ലാ ഫുഡും എല്ലാവർക്കും കിട്ടും. അങ്ങനെ ഒരു പ്രശ്നം പോലും ഇല്ല. അപ്പോൾ പിന്നെ ഇത്രയും അധികം കാര്യങ്ങൾ നമ്മൾ നേടിയെടുത്തിട്ടും എന്തുകൊണ്ടായിരിക്കും നമുക്ക് സന്തോഷം വരാത്തത്, അല്ലെങ്കിൽ അങ്ങനൊരു കുറവുണ്ട് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? അതിൻ്റെ കാരണം ഇതാണ്. നമ്മുടെ ഏറെക്കുറെ
പണ്ടുണ്ടായിരുന്ന എല്ലാ ആഗ്രഹങ്ങളും ഇപ്പം നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ അത് കണ്ടിന്യൂവസ് ആയിട്ട് നമുക്കത് കിട്ടിത്തുടങ്ങിയപ്പോൾ നമുക്കിപ്പോൾ അതിലൊരു മടുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങി. ശരിക്കും നമ്മൾ മടുത്തു തുടങ്ങി. ഇപ്പോൾ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ഒരു വീട്ടിൽ തന്നെ പണ്ട് നമുക്കൊരു ബർത്ത്ഡേക്ക് ഒരു കേക്ക് കിട്ടാമെന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ വലിയ കാര്യമാണ്. ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു 3 കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ബർത്ത്ഡേ, അവരുടെ പാരൻസിൻ്റെ ബർത്ത്ഡേ, ഗ്രാൻഡ് പാരൻസിൻ്റെ ബർത്ത്ഡേ, അങ്ങനെ അത് ബാക്കി വിശേഷ ദിവസങ്ങൾ, അങ്ങനെ ഒരു മാസത്തിൽ എത്ര തവണ കേക്ക് കട്ട് ചെയ്യുമെന്ന് നമുക്ക് തന്നെ അറിയില്ല. അപ്പോൾ ഇങ്ങനെ ആഘോഷങ്ങൾ ഒരുപാടായപ്പോൾ, അതും ചെറിയ രീതിയിലല്ല വലിയ രീതിയിലാണ് നമ്മൾ അതൊക്കെ ആഘോഷിക്കുക. അങ്ങനത്തെ ആഘോഷങ്ങൾ അതൊരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയപ്പോൾ നമുക്ക് മടുപ്പ് വന്നു തുടങ്ങി. പണ്ട് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ കല്യാണത്തിന് മാത്രം കിട്ടിക്കൊണ്ടിരുന്ന ഭക്ഷണങ്ങൾ ഇപ്പം നിത്യേന നമ്മുടെ ടേബിളിൽ വന്നു തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഫുഡ് 1-2 ദിവസത്തിനകം നമ്മുടെ കയ്യിൽ കിട്ടുമെന്നുള്ള അവസ്ഥയിലോട്ട് നമ്മൾ മാറിയപ്പോൾ ഇപ്പോൾ നമുക്ക് മടുപ്പ് വന്നു തുടങ്ങി. അതായത് കിട്ടുന്നത് വരെയുള്ള ആവേശം സ്ഥിരമായി കയ്യിൽ വന്നു ചേർന്നപ്പോൾ നമുക്ക് കുറഞ്ഞു പോയി. ഒപ്പം ഒരു വലിയ കാര്യമുണ്ട്. നമ്മൾ പുതിയ മോഹങ്ങളും സ്വപ്നങ്ങളും കണ്ടു തുടങ്ങാൻ, അല്ലെങ്കിൽ ആഗ്രഹിക്കാൻ, അതിനുവേണ്ടി പ്രയത്നിക്കാൻ, അതിനൊക്കെ എവിടെയോ വെച്ച് നമ്മളതൊക്കെ മറന്നുപോയി. അതാണ് യഥാർത്ഥത്തിലുള്ള സത്യം. പലർക്കും ഇനി എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ എന്താണ് സ്വപ്നം കാണേണ്ടത് എന്ന് പോലും അറിയാത്ത ഒരവസ്ഥ. നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾ, അങ്ങനെ തന്നെ പറയാം, ഇത് ചെറുതായി നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ പലപ്പോഴും ഇതൊന്നും നമ്മുടെ കണ്ണിൽ പെടുന്നില്ലെങ്കിൽ പോലും അവയൊക്കെ നമ്മുടെ സൗഭാഗ്യങ്ങളാണ്. നമ്മുടെ കയ്യിൽ കിട്ടിയ ഈ സൗഭാഗ്യങ്ങൾ തുടക്കമൊക്കെ വളരെ മധുരമായിരുന്നു. പിന്നെ അത് വളരെ വിരസമായി, ഒരു ബോറടിയായൊക്കെ നമുക്ക് തോന്നി തുടങ്ങി. നമ്മളാണെങ്കിലോ അതിൽ നിന്നൊന്ന് മാറാനും ആ രീതികളിൽ നിന്ന് മാറാനും ശ്രമിക്കുന്നില്ല. അതായത് പുതിയതായ എന്തെങ്കിലും ആഗ്രഹങ്ങളോ മോഹങ്ങളോ വെച്ച് തുടങ്ങാൻ നമ്മളാരും അതിന് ശ്രമിച്ചില്ല. അപ്പോൾ നമുക്ക് എന്തായി? നിരാശ, മടുപ്പ്, അങ്ങനെ എന്ത് വേണം എന്ന് പോലും നമുക്ക് അറിയാത്തൊരവസ്ഥയായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? രസകരമായ ചെറുതോ വലുതോ ആയ കുഞ്ഞു കുഞ്ഞു വട്ടുകൾ, അതായത് ആഗ്രഹങ്ങൾ, പണ്ട് നമുക്കുണ്ടായിരുന്നത് പോലത്തെ ആഗ്രഹങ്ങൾ, അവയെ കൊണ്ട് നടക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുക, അതിൽ രസം പിടിക്കുക, സ്വപ്നം കാണുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി നേടിക്കഴിഞ്ഞാലോ വീണ്ടും പുതിയ സ്വപ്നം, അത് ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, കാണുക, അതിന് പുറകെ പോവുക, പ്രയത്നിക്കുക. എന്തിനെങ്കിലും വേണ്ടി നമ്മൾ മോഹിച്ച് പ്രയത്നിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ സന്തോഷം. ഇപ്പം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ആഘോഷങ്ങൾ വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ആഘോഷങ്ങൾ വരുന്നതിന് മുൻപുള്ള നിമിഷങ്ങളിലാണ്, അല്ലെങ്കിൽ മുൻപുള്ള ദിവസങ്ങളിലാണ് യഥാർത്ഥത്തിൽ സന്തോഷവും ആനന്ദവും ഒക്കെ, ഒത്തുചേരലിൻ്റെ പ്രതീക്ഷ, ആഘോഷങ്ങളുടെ ആരവം ഒക്കെ നടക്കുന്നത് അതിന് മുൻപാണ്. അത് വന്നു കഴിഞ്ഞാലോ തീർന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നിരാശയ്ക്ക് വിപരീതമായി ചെറിയ ചെറിയ മോഹങ്ങൾ ഉണ്ടാക്കി അവയ്ക്ക് വേണ്ടി പ്രയത്നിച്ച് നേടിയെടുത്ത് സ്വയം സന്തോഷിക്കുക. ആ പഴയ ജീവിതത്തിൻ്റെ രസം കൊണ്ടുവരിക. എന്തെങ്കിലും കുറവ് തോന്നി തുടങ്ങുമ്പോഴേ ജീവിതത്തിന് യഥാർത്ഥ അർത്ഥവും സന്തോഷവും ഉണ്ടാകുന്നുള്ളൂ. അതാണ് വളരെ സാധാരണക്കാരായ മനുഷ്യർക്കിടയിൽ സ്വന്തമായി ഒന്നുമില്ലാത്തവൻ്റെ ഹൃദയത്തിൽ എപ്പോഴും സന്തോഷമുള്ളത്. കാരണം അവന് നേടിയെടുക്കാൻ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കും നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ടാവട്ടെ, ഒരുപാട് സ്വപ്നങ്ങളുണ്ടാകട്ടെ. നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം വീണ്ടും ഒരിക്കൽ കൂടെ പറയാണ് കേട്ടോ. എന്തെങ്കിലും കുറവ് തോന്നുമ്പോൾ മാത്രമാണ് ജീവിതത്തിന് അർത്ഥവും സന്തോഷവും ഉണ്ടാകുന്നുള്ളൂ. അതിനുവേണ്ടി പ്രയത്നിച്ച് അത് നേടിയെടുക്കുന്നത് വരെയാണ് നമ്മുടെ യഥാർത്ഥമായ സന്തോഷം.